പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡിയാക്കാം കേട്ടോ. ഒത്തിരി മസാലയും ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റില് നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡിയാക്കാം. നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മതിയാവും. തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് സോന മസൂരി റൈസ് എടുത്തിട്ടുണ്ട്. ഷോർട്ട് ഗ്രെയിൻ റൈസ് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം. കൈമ റൈസ്, ജീരകശാല റൈസ് ഒക്കെ എടുക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു നെയ്ച്ചോറിന് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. സോന മസൂരി റൈസ് ഇത്രയും കൂടി സ്മൂത്ത് ആയിട്ട് ഡൈജസ്റ്റ് ആവുമെന്ന് കേട്ടിട്ടുണ്ട്. റൈസ് 2-3 പ്രാവശ്യം വെള്ളം മാറ്റി നല്ലതുപോലെ ഇതേപോലെ തിരുമ്മി കഴുകി എടുക്കാം കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം അരിയിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. 30 മിനിറ്റിന് ശേഷം അതവിടെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ടും 1/4 ടീസ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്ച്ചോറിലേക്കായിട്ട് ഞാൻ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചതാട്ടോ. ഇനി ഇത് നമ്മൾ തയ്യാറാക്കിയ ഗ്രേവിയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂർ അതിൽ കൂടുതലോ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സവാള ഞാൻ ബിസ്ത റെഡിയാക്കാനായിട്ട് എടുത്തിട്ടുള്ളതാട്ടോ. ഇതിന്റെ കടഭാഗം നന്നായിട്ട് ചെത്തിക്കളയുക, എന്നാലാണ് നമുക്ക് ഒറ്റപ്പെട്ട അരിയുമ്പോൾ കിട്ടുള്ളൂ. ഒരേ വലുപ്പത്തില് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. സവാള ഒറ്റപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബിസ്ത റെഡിയാക്കാനായിട്ട് സവാള അരിയുമ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബിസ്ത റെഡിയാക്കാനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ആട്ടോ എടുത്തേക്കണേ. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചോറും പിന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ സവാള ഇട്ട് വഴറ്റി കൊടുക്കുക. ഈ ഒരു പരുവായി കഴിയുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ കോരിയെടുക്കാം. ശരിക്കും പിസ്തയുടെ കളറായി കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കാനിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പൊ ആയി വരുമ്പോൾ തന്നെ കോരിയെടുക്കാം കേട്ടോ. പിന്നെ ഇരുന്നിട്ട് നല്ലൊരു ഫ്രൈ ആയിക്കോളും. പിസ്ത കോരിയെടുത്ത ശേഷം സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. അതിനായിട്ട് ഓയിൽ എക്സസ് ആയിട്ടുള്ളതൊക്കെ കോരിയെടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും കേട്ടോ. ചൂടായി കിടക്കുന്ന ഓയിലാണ്. അതിലേക്ക് 2.5 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വാടി വരുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടുകൊടുക്കുക. പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. സവാള വഴറ്റി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ക്രഷ് ചെയ്ത ഇഞ്ചി ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രഷ് ചെയ്ത ഗാർലിക് ആണ് ഒരു 3/4 ടേബിൾ സ്പൂൺ. അതും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി ചുരുങ്ങണം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ലൊക്കെ മാറി നന്നായിട്ട് വെന്ത് വയന്ന ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ടെടുത്തിട്ടുള്ളത്. തക്കാളി നന്നായിട്ട് വയന്ന സവാളയായിട്ട് ലയിച്ച് ചേർന്ന ശേഷം മാത്രം നമുക്ക് ഇനി പൊടികൾ ഇട്ടെടുക്കാവുള്ളൂ. ചിക്കനിൽ ഉപ്പിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സവാളയിൽ ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇപ്പോൾ ഇട്ടെടുത്തിട്ടുള്ളത്. തക്കാളി വേണമെങ്കിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പൊ തക്കാളിയും സവാളയൊക്കെ ആയിട്ട് നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് പിസ്തയും കൊറിയാണ്ടർ ലീവ്സ് ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറിന്റെ ഗ്രേവിയിൽ ഒത്തിരി മസാല ആയ ഒരു സുഖമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് മട്ടിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ബിരിയാണി മസാലപ്പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഫ്ലെയിം ലോ മീഡിയത്തിൽ വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ കലക്കി വെച്ചതാണ്. ചിക്കൻ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വേവട്ടെ കേട്ടോ. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാം. അതിനായിട്ട് നെയ്ച്ചോറ് വെക്കാൻ പറ്റിയ ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക്
1 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ പിസ്ത ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ അത്. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് മസാലകൾ ഇട്ടുകൊടുക്കാം. ഒരു ബേ ലീഫ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് പട്ട ഇട്ടുകൊടുത്താൽ മതി കേട്ടോ. അതിന്റെ കുഞ്ഞു കുഞ്ഞിതായതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. 3-4 ഏലക്ക, 3-4 കറിയാമ്പു, പിന്നെ തക്കോലം ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ്. പിന്നെ കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ ഇട്ടുകൊടുക്കാം. പിന്നെ പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ. 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ടുകൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിയിലുള്ള വെള്ളം കംപ്ലീറ്റ് വറ്റി ഡ്രൈ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും അരി പൊട്ടി തുടങ്ങും. അവിടെ ഇവിടെയൊക്കെ ഓരോന്നായിട്ട് പൊട്ടി തുടങ്ങും. ആ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതായിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ, വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ അതില് ഓയിൽ മാത്രമേ ഉള്ളൂ. അരിയുടെ കളറ് മാറി വല്ലാതെ മുറുകിയൊന്നും പോവരുത് കേട്ടോ. സോന മസൂരി, ജീരകശാല, കൈമ റൈസിനൊക്കെ വെള്ളം നന്നായിട്ട് വേണം. 1 കപ്പിന് 2.5 കപ്പ് വെള്ളം വേണ്ടി വരും. അതനുസരിച്ച് 2 കപ്പിന് 5 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ട് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടെടുത്തത്. പിന്നെ ടേസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പൊ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അരി വേവാനായിട്ട് ടോട്ടൽ ഒരു 15 മിനിറ്റോളം വേണ്ടി വരും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഒരുവിധം വെള്ളം വറ്റിയ ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ. പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടരുത്. ഇപ്പൊ ഞാൻ ഈ ഒരു പാകമായി കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ച് അരി നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വേവിക്കാം. അതിന്റെ ഇടയിൽ നമ്മൾ ചിക്കൻ കറി ഒന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടി വെള്ളം വറ്റാനുണ്ട്. അതിന് വേണ്ടി ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാം. ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് എരിവ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എനിക്ക് എല്ലാനും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ റൈസ് അടുപ്പത്ത് വെച്ചിട്ട് ടോട്ടൽ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ റൈസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസിൽ പിഞ്ച് കളറിട്ട് മിക്സ് ചെയ്തതിലേക്ക് കുറച്ച് ചോറിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. കളറിന് പകരം മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി കേട്ടോ. റൈസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1-2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്ച്ചോറ് വെന്ത് ആ ചൂടിന് തന്നെ ചോറിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ നെയ്ച്ചോറ് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് ഒക്കെ കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ തട്ടിപ്പൊത്തിയിട്ട് അടച്ചു വെക്കുക കേട്ടോ. റൈസ് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇതിലേക്ക് നമുക്ക് കൊറിയാണ്ടർ ലീവ്സും പിസ്ത ഇട്ട് കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. നല്ല ചൂടിനെ തന്നെ കൊറിയാണ്ടർ ലീവ്സും പിസ്തയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് അങ്ങ് ലയിച്ചു ചേരും. ഇലയുടെ കളറൊക്കെ മാറും. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇട്ടെടുക്കാന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ഭംഗി. കംപ്ലീറ്റ് ചൂടാറിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും നല്ല ചൂടുണ്ട്. നിങ്ങൾക്ക് പുക തന്നെ കാണാം. ഭയങ്കര ചൂട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ ശേഷം തന്നെ നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കളർ ചെയ്ത് വെച്ച് ചോറും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കളർ മിക്സ് ചെയ്ത ചോറ് ഇപ്പൊ തന്നെ ചൂടിനെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞ കളർ എല്ലാ ചോറിലേക്കും അങ്ങ് പിടിക്കും. അപ്പൊ ഇത്തിരി ഒന്ന് ചൂടാറിയ ശേഷം നമ്മൾ ഇട്ടെടുക്കാം. എന്നാലാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ഭംഗി കിട്ടുള്ളൂ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ വറ്റി നന്നായിട്ട് പാകമായിട്ട് ഇരിപ്പുണ്ട്. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.